ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറേ പ്രോഡക്റ്റ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണേ. അപ്പോൾ അതിൽ നമുക്ക് കുറേ ടൈപ്പ് ആംപ്ലിഫയറുകൾ വന്നിട്ടുണ്ട്. അപ്പം കമൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു, ഷോപ്പിൽ സ്റ്റോക്കുള്ള ആംപ്ലിഫയർ കാണിക്കണം, ഏതൊക്കെ മോഡലാണുള്ളതെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പുതിയ മോഡലും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതുപോലത്തെ കുറേ ആംപ്ലിഫയർ സെറ്റുകൾ വന്നിട്ടുണ്ട്. വേറെ കുറേ പ്രോഡക്ട്സും കൂടെ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് എല്ലാം കാണാം. ആദ്യം നമുക്ക് ഈ ചെറിയ പ്രോഡക്ട്സ് കാണാം അല്ലേ. അതിനുശേഷം ഞാൻ ആംപ്ലിഫയറിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതിൽ ഇത് സോൾഡറിങ് അയണാണ്, 60 വാട്ടിൻ്റെ സോൾഡറിങ് അയണാണ്. ഇതിൻ്റെ പല വാട്ട്സിലുള്ള സോൾഡറിങ് അയൺ ഓൾറെഡി നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. 25 വാട്ട്സ് തൊട്ട് 25, 30, 50 അങ്ങനെ പല വാട്ട്സിലുള്ള സോൾഡറിങ് അയൺ ഉണ്ട്. ഇതിപ്പോൾ വന്നിരിക്കുന്നത് 60 വാട്ടിൻ്റെയാണ്. പിന്നെ വന്നിരിക്കുന്ന കുറേ റിമോട്ടുകൾ വന്നിട്ടുണ്ട്. ഇത് കേരള വിഷൻ്റെ ഒരു മോഡൽ റിമോട്ടാണ്. അതുപോലെ തന്നെ ഇതും കേരള വിഷൻ്റെ ഒരു മോഡൽ റിമോട്ടാണ്. അത് കുറേ വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ബാറ്ററി ചാർജറുകളാണ്. നമുക്ക് റീചാർജബിൾ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള അഡാപ്റ്ററുകൾ. അപ്പോൾ അത് പല മോഡലുണ്ട് കേട്ടോ. നമുക്ക് AAA ചാർജ് ചെയ്യാവുന്നതുണ്ട്, AA ചാർജ് ചെയ്യാവുന്നതുണ്ട്, 9 വോൾട്ടിൻ്റെ ചാർജ് ചെയ്യാവുന്നതുണ്ട്, 3.7ൻ്റെ സെല്ല് ചാർജ് ചെയ്യാവുന്നത്, അങ്ങനെ പലതരത്തിലുള്ള അഡാപ്റ്ററുകളുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് സാമ്പിൾ കാണിക്കാം ഓരോന്നായിട്ട്. ഇതിപ്പോൾ ഒരു ചെറിയ ബാറ്ററി ചാർജറാണ്. ഇതിനകത്ത് 3.7ൻ്റെ ബാറ്ററിയാണ് ചാർജ് ചെയ്യുന്നത്. ലിഥിയം അയൺ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്ററാണിത്. അപ്പോൾ 3.7ൻ്റെ ബാറ്ററി നിങ്ങൾക്ക് അറിയാമല്ലോ. ലിഥിയം അയൺ എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മുടെ 1.2വിനേക്കാളും കുറേ കൂടെ നീളമുള്ള ഒരു ടൈപ്പാണ്, കുറച്ചുകൂടെ വണ്ണമുണ്ട്. അപ്പോൾ ആ ടൈപ്പ് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള അഡാപ്റ്ററാണിത്. പിന്നെ വേറൊരു ടൈപ്പ് നമുക്ക് സാധാരണ 1.2വിൻ്റെ ബാറ്ററിയും AAയുടെ ബാറ്ററിയും AAയുടെ ബാറ്ററിയും ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അഡാപ്റ്റർ. ഇത് 4 എണ്ണം ഒരേ സമയം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാറ്ററി ചാർജർ. അതിൻ്റെ തന്നെ വേറൊരു മോഡലും കൂടെ വരുന്നുണ്ട്. AA-യും AAA-യും ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അഡാപ്റ്റർ. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് നമ്മൾ കറണ്ടിലേക്ക് കുത്തുവാണ്. ഇവിടെ 2 പിൻ വന്നിട്ടുണ്ട്. ഇത്തല് നമുക്കൊരു AC കോഡ് പോലെ വന്നിട്ടുണ്ട്. അത് വെച്ചാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതായത് ഇപ്പം നമുക്കിങ്ങനെ കുത്താനായിട്ട് തൊട്ടടുത്ത് പ്ലഗ് ഇല്ല, കുറച്ച് നീളം വേണമെങ്കിൽ ഈ ടൈപ്പ് വാങ്ങിച്ചാൽ മതി. ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ AC കോഡും കൂടെ വരുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഇച്ചിരി ദൂരെ വെച്ചാണെങ്കിലും ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് 9 വോൾട്ടും കൂടെ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാറ്ററി ചാർജറാണ്. ഇതിനകത്ത് 4 പോളുണ്ട്. അതായത് AAയുടെയും AAAയും 4 എണ്ണം വീതം ചെയ്യാം. അതുപോലെ തന്നെ 9 വോൾട്ടിൻ്റെ ബാറ്ററിയും കൂടെ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പോളുണ്ട്. അതാണ് ഈ ഒരു ഇതിൻ്റെ മറ്റേത് വെച്ച് നോക്കുമ്പോൾ ഇതിനുള്ളൊരു പ്രത്യേകത. ഇതിനും AC കോഡാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ കുത്തി വെക്കണ്ട, നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിൽ കുത്തി ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒന്നും വില ഇട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വില പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വിലയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അറിയാനുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ ഷോപ്പിൻ്റെ പേര് തോമസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. അപ്പോൾ സാധിക്കുന്നവർ നമ്മുടെ ഷോപ്പിൽ തന്നെ വരിക. അല്ലാത്തവർ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതുമാണ്. പ്രോഡക്റ്റ് വേണമെങ്കിൽ അയച്ചും തരുന്നതായിരിക്കും. ഇനി വന്നിരിക്കുന്നത് വയർലെസ് കീബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ നമുക്ക് വയറുള്ള കീബോർഡുണ്ട്, വയറുള്ള മൗസ്, വയർലെസ് മൗസ്, അങ്ങനത്തെ ആക്സസറീസ് ഒക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ വന്നിരിക്കുന്നത് ഇംപെക്സ് ആൻഡ്രോയിഡ് ടിവിയുടെ റിമോട്ട് വന്നിട്ടുണ്ട്. പിന്നെ പാനാസോണിക് ആൻഡ്രോയിഡ് ടിവിയുടെ റിമോട്ട് വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ടോർച്ചിൻ്റെ ബാറ്ററിയാണ്. ഇതിൻ്റെ ഒരു അളവ് വരുന്നത്, വോൾട്ട് വരുന്നത് 2.4 2650 മില്ലി ആംപിയർ. ഇത് നമുക്ക് ഓർഡർ ഉള്ളതാണേ. അപ്പോൾ ഇതാണ് കസ്റ്റമർ കൊണ്ട് തന്നിരുന്ന ബാറ്ററി. അപ്പോൾ നമ്മൾ ഓർഡർ എടുത്തിട്ട് വരുത്തിയതാണിത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ബാറ്ററികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഇല്ലെങ്കിൽ പ്രോഡക്റ്റ് തന്നാൽ മതി, നമ്മൾ അത് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ വന്നിരിക്കുന്നത് MIയുടെ റിമോട്ടാണ്, വോയിസ് ഓപ്ഷനുള്ള റിമോട്ട്. അപ്പോൾ ഈ വോയിസ് ഓപ്ഷനൊക്കെ ഉള്ള റിമോട്ട് ഉണ്ടല്ലോ, നമ്മൾ പെയർ ചെയ്യണം, നിങ്ങളുടെ TV-യുമായിട്ട് പെയർ ചെയ്യണം, എന്നാലാണ് ഇത് വർക്ക് ആവത്തുള്ളൂ. പിന്നെ വന്നിരിക്കുന്നത്
സാൻസൂയിയുടെ ഒരു യൂണിവേഴ്സൽ റിമോട്ട്, അതായത് നമ്മുടെ പഴയ മോഡൽ ടി വി ഉണ്ടല്ലോ, പിക്ചർ ട്യൂബുള്ളേ, ആ ടി വിയുടെ റിമോട്ടാണ്. അപ്പോൾ ഇത് ഓർഡർ ആയിരുന്നു കേട്ടോ. അപ്പം ഇത്തരം റിമോട്ടൊന്നും നമ്മൾ അങ്ങനെ സ്റ്റോക്ക് ചെയ്യാറില്ല, കാരണം ഇതൊക്കെ ഇപ്പം കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന മോഡലുകളാണല്ലോ. പക്ഷേ ഇതിങ്ങനെ നമുക്ക് ഓർഡർ കിട്ടുവാണെങ്കിൽ നമ്മളിങ്ങനെ അവർക്ക് പ്രോഡക്റ്റ് എടുത്തു കൊടുക്കുന്നതായിരിക്കും. അടുത്ത് വന്നിരിക്കുന്നത് 6 വോൾട്ട് 5 ആംപിയറിൻ്റെ റീചാർജബിൾ ബാറ്ററിയാണ്. അപ്പോൾ ഇത് വാറണ്ടി ഉള്ള ബാറ്ററിയാണ് കേട്ടോ, 6 മാസത്തെ വാറണ്ടി ഉണ്ട്. ഇതിൻ്റെ വേറെ ടൈപ്പൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇത് ഇപ്പം ഇന്ന് സ്റ്റോക്ക് വന്നിരിക്കുന്നത്. ഇതാണ് സാധാരണ എമർജൻസി ലൈറ്റിനും ഇലക്ട്രോണിക് ത്രാസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബാറ്ററിയാണിത്. അടുത്ത പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് 3 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ്. ഇത് റേഡിയോ അഡാപ്റ്ററാണ്. ഇതിന് 4 പിന്നാണ് വരുന്നത്. ഇങ്ങനെ 4 പിന്ന് വരുന്ന റേഡിയോ അഡാപ്റ്ററാണ്. അതുപോലെ തന്നെ ഇതിന് പൊളാരിറ്റി ഉണ്ട്. അപ്പം പലരും റേഡിയോയ്ക്ക് അഡാപ്റ്റർ വാങ്ങിക്കൊണ്ട് പോയി കഴിയുമ്പം അവർ പറയും ഇത് അഡാപ്റ്റർ വർക്ക് ചെയ്യുന്നില്ല, റേഡിയോ കേൾക്കുന്നില്ല എന്ന് കേട്ടോ. അപ്പോൾ അത് കുറേ പേർക്കൊക്കെ അതിൻ്റെ കാരണം അറിയാം, പക്ഷേ ചിലർക്ക് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുവാണ്, ഇവിടെ നമുക്കിതിങ്ങനെ ഊരി മാറ്റാവുന്നതാണ്. ഇത് 2 കോഡായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിത് കണക്ട് ചെയ്യുകയാണ് ചെയ്യട്ടെ. അപ്പോൾ ഇതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പോൾ പൊളാരിറ്റി പലതിനും വ്യത്യാസമായിരിക്കും. അതുകൊണ്ടാണ് ചില റേഡിയോയ്ക്ക് ഇത് കുത്തുമ്പോൾ കേൾക്കാതെ വരുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ഇവിടുന്ന് ഇങ്ങനെ ഊരിയിട്ട് ഒരു സൈഡ് മാത്രം തിരിച്ചിട്ട് ഇങ്ങനെ കുത്തുക. അപ്പോൾ അത് വർക്കായിക്കൊള്ളും. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇതുപോലത്തെ വയർ ടൈകളാണ്. അത് പല വലിപ്പത്തിലുള്ള വയർ ടൈകളുണ്ട്, ചെറുത് വലുത്. അപ്പോൾ ഇതിനൊക്കെ ഓരോ അളവുകളുണ്ട്, പല അളവിലുള്ളതുണ്ട്. ഇപ്പം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും വലിപ്പം കൂടിയ ഇത്രയാണ് ഇതിൻ്റെ ഏറ്റവും വലിപ്പം വരുന്നത്, അതായത് 500, അതാണ് അതിൻ്റെ സൈസ്. ഇത്രയും വരെ നമുക്കിവിടെ അവൈലബിൾ ആണ്. തീരെ ചെറുതും അവൈലബിൾ ആണ്. അതിൻ്റെ ബ്ലാക്കും വൈറ്റും കളേഴ്സിലാണ് ഇത് കിട്ടുന്നത്. ഇതൊക്കെ ആണെങ്കിൽ സൈസ് 300 എന്ന് പറയും. ഇതാണെങ്കിൽ 250 mm, അങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇനി നമ്മുടെ പ്രധാന ഐറ്റത്തിലേക്ക് കിടക്കുവാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ കിട്ടുന്ന സ്റ്റോക്കുള്ള ആംപ്ലിഫയറുകൾ. അപ്പോൾ ഇതൊരു ബേസ് മോഡൽ ആംപ്ലിഫയറാണ്. അപ്പോൾ ഇവത്തേൽ നമുക്ക് ഇൻബിൽട്ടായിട്ട് ഒരു സ്പീക്കറും കൂടി ഉണ്ട്. അപ്പോൾ ഇച്ചിരി ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചോ കേട്ടോ, കാരണം കഴിഞ്ഞ ദിവസം ഇത് ചെയ്തപ്പം കമൻസ് ഉണ്ടായിരുന്നു പ്രോഡക്റ്റ് ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് ബേസ് മോഡലായിട്ടുള്ള ഒരു ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇൻബിൽറ്റ് സ്പീക്കറുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്പീക്കറിൽ കൂടെ കേൾക്കാം. ഇനി നിങ്ങൾക്ക് ഔട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ 2 സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള സ്പീക്കർ ഔട്ടും ഉണ്ട്. ഇത് 12 വോൾട്ട് DCയിൽ കണക്ട് ചെയ്യാം. പിന്നെ ഇതിന് FM ആൻറ്റിന ഉണ്ട്. സ്പീക്കർ നമുക്ക് ഇന്നും ഔട്ടും ഇവിടെ ഒരു സ്വിച്ചും ഉണ്ട്. അപ്പോൾ ഔട്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് കണക്ട് ചെയ്യുന്ന സ്പീക്കറിൽ കൂടെ കിട്ടും. ഇന്നും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഇൻബിൽറ്റ് സ്പീക്കറിൽ കൂടെ കിട്ടും. അതുപോലെ തന്നെ ഇതിന് ഓക്സ് ഇന്നും ഓക്സ് ഔട്ടും ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LED ഡിസ്പ്ലേ ഉണ്ട്, USB പോർട്ട് ഉണ്ട്, മെമ്മറി കാർഡ് യൂസ് ചെയ്യാം, ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ബാസ്, ട്രബിൾ, വോളിയം 3 വോളിയം കൺട്രോളും ഇതിനുണ്ട്. അപ്പോൾ ഇതിന് റിമോട്ടും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ആംപ്ലിഫയറിലെ ഒരു ബേസ് മോഡൽ എന്ന് പറയുന്നത്. ഇനി അതിലും കുറച്ചുകൂടി പവർ കൂടിയിട്ടുള്ള ഒരു ആംപ്ലിഫയറാണിത്. ഇത് 20 വാട്ട്സിൻ്റെ ആംപ്ലിഫയറാണ്. ഇപ്പോഴത്തെ ഇൻബിൽറ്റ് സ്പീക്കറൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് പുറത്തേക്ക് സ്പീക്കറിലേക്ക് കൊടുത്ത് കേൾക്കാൻ വേണ്ടിയുള്ള ആംപ്ലിഫയറാണ്. ഇതിനും റിമോട്ട് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉണ്ട്, പെൻഡ്രൈവ് യൂസ് ചെയ്യാം, മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. പിന്നെ FM റേഡിയോയും ഇതിൽ അവൈലബിൾ ആണ്. ഇതിലും നമുക്ക് ബാസ്, ട്രബിൾ, വോളിയം 3 വോളിയം കൺട്രോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള സ്പീക്കർ കണക്ടറുണ്ട്, ബാറ്ററി കൊടുക്കാനുള്ള പോർട്ടുണ്ട്, DVD എന്നൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ആ ഒരു RC സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ആൻറ്റിനയും ഉണ്ട്. അത്രയാണ് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ വരുന്നത്. ഇത് 20 വാട്ട്സിൻ്റെ. അടുത്തത് വരുന്നത് 40 വാട്ട്സിൻ്റെ ഒരു ആംപ്ലിഫയറാണ്. അതിനും റിമോട്ടുണ്ട്, എല്ലാത്തിനും റിമോട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് 40 വാട്ട്സിൻ്റെ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്, ഇതിന് മൈക്ക് കണക്ട് ചെയ്യാം, അതായത് 2 മൈക്ക് കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട് ഇതിന്. പിന്നെ USB പോർട്ടുണ്ട്, മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. പിന്നെ വോളിയം കൺട്രോള്, ബാലൻസ്, ബാസ്, ട്രബിൾ. അപ്പം നമ്മൾ ആദ്യം കണ്ടതിന് വോളിയം, ബാസ്, ട്രബിളോ ഉള്ളായിരുന്നു. ഇതിന് ബാലൻസ് കൺട്രോളും കൂടെ ഉണ്ട്. ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 12 വോൾട്ട് DC കണക്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്.
ലൈൻ ഇന്നുണ്ട്, അതായത് നമുക്ക് ഇത് DVD വിത്തേലോട്ട് കൊടുക്കാനായിട്ട് പറ്റും. FM റേഡിയോയുടെ ആൻറ്റിന ഉണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് 4 സ്പീക്കർ ഔട്ടിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് 4 സ്പീക്കർ വിത്തേൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അത്രയാണ് ഈ 40 വാട്ട്സ് ആംപ്ലിഫയറിനെ പറ്റി പറയാനുള്ളത്. ഇതും ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു മോഡലാണിത്, 40 വാട്ട്സിൻ്റെ തന്നെ വേറൊരു മോഡലിന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. മൈക്ക് കൊടുക്കാം. ഇത്തേൽ 2 മൈക്കിന് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഇവത്തേൽ 1 മൈക്കിൻ്റെ ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. LED ഡിസ്പ്ലേ ഉണ്ട്, USB പോർട്ട്, മെമ്മറി കാർഡിനുള്ള പോർട്ട്, ബാസ്, ട്രബിള്, ബാലൻസ്, വോളിയം കൺട്രോള്, ഇത്രയൊക്കെയാണ് ഫ്രണ്ട് പാനലിലുള്ളത്. ബാക്കിൽ നമുക്ക് 4 സ്പീക്കറിനുള്ള ഓപ്ഷൻ ഉണ്ട്. DVD കണക്ട് ചെയ്യാനായിട്ട് 6 പോർട്ട് കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റും റൈറ്റുമായിട്ട് 6 എണ്ണം ഉണ്ട്. പിന്നെ 12 വോൾട്ട് DC കണക്ട് ചെയ്യാനുള്ള DC സോക്കറ്റ്. അത്രയാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ സ്പെസിഫിക്കേഷൻ പറയാനുള്ളത്. ഇനി അടുത്തത് വരുന്നത് 3055 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയറാണ്. ഇത് 5 ട്രാൻസിസ്റ്ററാണ്, 3055 125 വാട്ട്സിൻ്റെയാണ് ഈ ഒരു ആംപ്ലിഫയർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ബ്ലൂടൂത്ത് ഫെസിലിറ്റി ഉണ്ട്, റിമോട്ട് ഉണ്ട്, USB യൂസ് ചെയ്യാം, മെമ്മറി കാർഡ് യൂസ് ചെയ്യാം, LED ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ 2 മൈക്കിനുള്ള ഓപ്ഷൻ ഉണ്ട്, മൈക്ക് 1 മൈക്ക് 2 ഓപ്ഷൻ ഉണ്ട്. സ്റ്റീരിയോ പവർ ആംപ്ലിഫയർ ആണിത് വിത്ത് FM ആൻഡ് USB ഓക്സ്. ഇപ്പോൾ ഇത് വോളിയം കൺട്രോളാണ്. പിന്നെ ഉള്ളത് ബാലൻസ്, ട്രബിള്, ബാസ്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻ പറയാനുള്ളത്. അപ്പോൾ ഇത് വാട്ട്സ് 125 ഇത് 5 ട്രാൻസിസ്റ്ററിൻ്റെ 4 സ്പീക്കർ ഔട്ടിനുള്ള കണക്ഷനുണ്ട്. ആ ആംപ്ലിഫയറിൻ്റെ കുറച്ചുകൂടി പവർ കൂടിയിട്ടുള്ള ഒരു ആംപ്ലിഫയറാണിത്. 200 വാട്ട്സിൻ്റെ നല്ല വെയിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രാൻസിസ്റ്റർ വന്നിരിക്കുന്നത് 2, 4, 6, 8 3055 8 ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. പവർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ 8 ട്രാൻസിസ്റ്ററാണ് വന്നിരിക്കുന്നത്, 200 വാട്ട്സിൻ്റെയാണ്. ഇതിന് നമുക്ക് 4 സ്പീക്കർ ഔട്ടുണ്ട്, റിമോട്ട് ഓപ്ഷൻ ഉണ്ട്, ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട്, ഡിസ്പ്ലേ LED ഡിസ്പ്ലേ ഉണ്ട്, USB കുത്താം, മെമ്മറി കാർഡ് യൂസ് ചെയ്യാം. പിന്നെ ബാക്കി സ്വിച്ചുകളൊക്കെ വരുന്നത് ബാസ്, ട്രബിള്, ബാലൻസ്, പിന്നെ മൈക്ക് വോളിയത്തിനായിട്ട് പ്രത്യേകം ഒരു കൺട്രോളുണ്ട്. പിന്നെ നമുക്ക് DVD കണക്ട് ചെയ്യാനായിട്ട് പറ്റും, ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് മൈക്കിൻ്റെ 2 ജാക്ക് വന്നിരിക്കുന്നത്. ഈ മൈക്ക് ബാലൻസ് ചെയ്യാനുള്ള മൈക്ക് വോളിയത്തിനായിട്ട് അതിനൊരു പ്രത്യേകം വോളിയം കൺട്രോളും കൂടെ ഈ ഒരു പ്രോഡക്റ്റിന് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനൊക്കെ വരുന്നത് 850 തൊട്ടാണ് ഇപ്പം നമ്മുടെ കടയിലുള്ള ആംപ്ലിഫയറുകളുടെ വില വരുന്നത്. 850, 1000. പിന്നെ ഇതിൻ്റെ ഒന്നും വില ഇട്ടില്ല, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില അറിയണമെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി കേട്ടോ, പറയാം. പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് സബ് വൂഫറാണ്. അത് 2.1 സബ് വൂഫർ ആംപ്ലിഫയർ ഉണ്ട്, 5.1 സബ് വൂഫർ ആംപ്ലിഫയർ ഉണ്ട്. അപ്പം 2.1 സബ് വൂഫർ ആംപ്ലിഫയർ എന്ന് പറയുമ്പം ഇവത്തേന്ന് നമുക്ക് 2 സ്പീക്കർ എടുക്കാം. അതായത് നമ്മൾ 2.1 ഹോം തിയേറ്റർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് 2 സ്പീക്കർ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ മൊബൈലേന്നോ DVD എന്നൊക്കെ ഇവത്തേലോട്ട് കൊടുത്ത് സ്പീക്കറെ കൊടുത്തു കഴിഞ്ഞാൽ ഹോം തിയേറ്റർ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അതിനേക്കാളും നല്ല പവറായിരിക്കും ഇതിന്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ ഇത് വോളിയം കൺട്രോള്, പിന്നെ USB കുത്താനുള്ള ഓപ്ഷനുണ്ട്, മെമ്മറി കാർഡിനുള്ള പോർട്ടുണ്ട്, LED ഡിസ്പ്ലേ ഉണ്ട്, മൈക്ക് 1 മൈക്കിനുള്ള ഓപ്ഷനാണുള്ളത്. പിന്നെ സബ് വൂഫർ, സബിൻ്റെ വോളിയം കൺട്രോളുണ്ട്, ബാസ് കൺട്രോളുണ്ട്, ട്രബിൾ കൺട്രോൾ, ബാസ്, ട്രബിൾ. അത്രയാണ് ഇതിനൊരു ഓപ്ഷൻസ് പറയാനുള്ളത്. 2.1 ഡിജിറ്റൽ ആംപ്ലിഫയർ വിത്ത് സബ് വൂഫർ എന്നാണ് ഇതിന് പറയുന്ന പേര്. ബാക്കിൽ 2 സ്പീക്കർ ഔട്ട്, ബാറ്ററി കൊടുക്കാനുള്ള സോക്കറ്റ്, പിന്നെ DVD ഇൻപുട്ട് എടുക്കാനുള്ള സോക്കറ്റ്. ഇത്രയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയാനുള്ളത്. അടുത്തത് 5.1 ഹോം തിയേറ്റർ ആംപ്ലിഫയർ. ഇത് 500 വാട്ട്സിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഇതിന് കുറേ കൺട്രോളൊക്കെ ഉണ്ട് കേട്ടോ. വോളിയം കൺട്രോള്, ട്രബിള്, ഡ്രം, അതായത് ജൻകർ ട്രബിൾ, ഡ്രം ബാസ്, വോളിയം സറൗണ്ട്, വോളിയം സെൻറ്റർ,
വോളിയം സബ് വൂഫർ, അത്രയും വോളിയം കൺട്രോളുകളുണ്ട് ഇതിന്. പിന്നെ വന്നിരിക്കുന്നത് ബ്ലൂടൂത്ത് ഫങ്ഷൻ ഉണ്ട്, USB, മെമ്മറി കാർഡ്, LED ഡിസ്പ്ലേ. പിന്നെ നമുക്ക് ഇവിടെ USB, FM, CD ടേപ്പ്, DVD 2.1, DVD 5.1, നമ്മൾ ഏതാണോ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. പിന്നെ ഒരു മാസ്റ്റർ വോളിയം കൺട്രോൾ ഉണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 5.1 ആണല്ലോ, അപ്പോൾ അത്രയും സ്പീക്കർ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സബ്, സെൻറ്റർ, ലെഫ്റ്റ്, റൈറ്റ്, അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് DVD ആണോ എന്താണെന്നുള്ള അതിൻ്റെ ഇന്ന് കൊടുക്കാനുള്ള സോക്കറ്റുകൾ. ഇത്രയാണ് ഈ 5.1 ആംപ്ലിഫയറിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയാനുള്ളത്. ഇത് 500 വാട്ടിൻ്റെ ആണ്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സൊക്കെ ആംപ്ലിഫയറിൽ ഇത്രയും വെറൈറ്റി പ്രോഡക്റ്റ്സൊക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം പ്രോഡക്റ്റ്സൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി, പറഞ്ഞു തരാം. അപ്പോൾ വേറെ കുറേ പ്രോഡക്റ്റ്സുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്